ഹായ് ഓൾ, ദുൽഖർ സൽമാൻ, സാമു തിരക്കന്നി, അതേപോലെ ഭാഗ്യശ്രീ ബോർസെ, റാന തുടങ്ങിയ ആൾക്കാർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ കാന്ത എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. കാന്ത ഡയറക്റ്റഡ് ആൻഡ് കോ റിട്ടൺ ബൈ സെൽവമണി, ഒരു പീരിയോഡിക് ഡ്രാമ മിസ്റ്ററി ത്രില്ലർ ജേണറിൽ പെടുന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമയെ നമ്മൾ രണ്ട് ഹാഫുകളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഹാഫിൽ ത്രൂ ഔട്ട് ഒരു പീരിയോഡിക് ഡ്രാമ കാറ്റഗറി അല്ലെങ്കിൽ 1950s നടക്കുന്ന ഒരു സംഭവം, അതായത് ഇത് തമിഴിലൊരു പ്രശസ്ത കർണാടിക് മ്യൂസീഷ്യൻ്റെ ഒരു കഥയുമായി ബന്ധപ്പെടുത്തി എന്നൊക്കെയുള്ള രീതിയിൽ കുറേ റൂമേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ റൈറ്റേഴ്സ് പറഞ്ഞു ഇത് പ്യുവർലി ഫിക്ഷൻ ആണെന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയുക, TK മഹാദേവൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടർ, അതായത് തമിഴ് ഇൻഡസ്ട്രിയിൽ ഈ 1950s അവിടുത്തെ ആൾക്കാരെ എല്ലാവരെയും വളരെ ജനകീയനായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ആരാധിക്കും. നമുക്കറിയാം തമിഴ് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും അവർക്ക് ഓരോ നടന്മാർ അല്ലെങ്കിൽ ഓരോ സിനി ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. അവരെ അവർ ദൈവങ്ങളെ പോലെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഇപ്പം ഈ റീസെൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ രജനീകാന്ത്, വിജയ് തുടങ്ങിയ ആൾക്കാരിൽ വന്ന് നിൽക്കുന്നു. പണ്ട് MGR അടക്കമുള്ളവരെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്നറിയാം. അപ്പോൾ അങ്ങനെ 1950s കാലഘട്ടത്തിൽ തമിഴ് സിനിമയെ ഇളക്കി മറിച്ച TK മഹാദേവൻ എന്നുള്ള ക്യാരക്ടറാണ് ദുൽഖർ ചെയ്തിട്ടുള്ളത്. അതേപോലെ അയ്യ എന്നുള്ള ക്യാരക്ടറാണ് സാമു തിരക്കന്നി ചെയ്തിട്ടുള്ളത്. അതൊരു പ്രമുഖ അല്ലെങ്കിൽ ഒരു ലീഡിങ് ഡയറക്ടറാണ്. അപ്പോൾ സിനിമ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ തുടങ്ങി വരുമ്പോൾ ഈ പറയുന്ന സാമു തിരക്കന്നിയുടെ ഒരു അല്ലെങ്കിൽ അയ്യ എന്ന് പറയുന്ന ഡയറക്ടർ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ സിനിമ തമിഴിലൊരു പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിക്ക് ചെയ്യണം. അപ്പോൾ ആ സിനിമ അതിലൂടെ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ TK മഹാദേവൻ എന്ന് പറയുന്ന ദുൽഖർ ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ആക്ടർ ആ സിനിമ ചെയ്യാമെന്ന് ഏൽക്കുകയും അവസാനം ഈ ഡയറക്ടറും ഈ ആക്ടറും തമ്മിലുള്ള കുറച്ച് ഈഗോ ഇഷ്യൂസും അതേപോലെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്നെങ്കിൽ പോലും അവസാനം സ്റ്റുഡിയോ അവരെ ഫോഴ്സ് ചെയ്തിട്ട് ഈ പറഞ്ഞ നായകനെ വെച്ച് സിനിമ ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ ഭാഗ്യശ്രീ ബോർസയാണ് ഇതിലെ നായികയായിട്ട് വരുന്നത് ദുൽഖറിൻ്റെ. അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിൽ പീരിയോഡിക് ഡ്രാമയായിട്ട് ഇവർ തമ്മിലുള്ള കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ പീരിയോഡിക്കായിട്ട് ഭയങ്കര സ്ലോ ആയിട്ട്, അതൊരു സ്ലോ പേസ് ആണ്. സ്ലോ പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഡ്രാമാറ്റിക് സിനിമകൾ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ബ്ലെൻഡിങ്ങിൽ പോകുന്ന ഡ്രാമാറ്റിക് സിനിമകൾ, അതിൻ്റെ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, അതിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, ടെക്നിക്കൽ സ്റ്റഫുകളായിക്കോട്ടെ, ഒരു സ്ലോയിൽ പതുക്കെ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു കല്ലുകടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.25 മണിക്കൂർ ഈ സിനിമയുണ്ട്. അപ്പോൾ അത്രയും ക്ഷമയുള്ള അല്ലെങ്കിൽ ഇത്തരം ജേണറുകളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ഓഡിയൻസിന് മാത്രമേ ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കാവത്തുള്ളൂ. പക്ഷേ ഇതൊരു ഈ ജേണർ സിനിമയാണ്. ഈ കാറ്റഗറി കണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡീസൻറ്റ് വാച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടു. അതായത് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ സിനിമ ജേണർ ഷിഫ്റ്റാണ് നടത്തുന്നത്. അതായത് അതുവരെ പീരിയോഡിക് ഡ്രാമ കാറ്റഗറിയിൽ പോയിക്കൊണ്ടിരുന്ന സിനിമ പെട്ടെന്ന് തന്നെ ഒരു ത്രില്ലർ, ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള മിസ്റ്ററി ത്രില്ലറായിട്ട് മാറുകയാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ എനിക്ക് ആ ഒരു പേസ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്ത് ത്രില്ലർ മോഡിലേക്ക് പോകുമ്പോൾ ആ ഒരു ത്രില്ലർ പാർട്ട് കുറച്ചും കൂടി കൺവിൻസിങ് ആക്കായിരുന്നു എന്ന് തോന്നി. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരുപാട് ത്രില്ലർ സിനിമകൾ ഇപ്പോൾ കാണുന്നുണ്ട്. ഒരുപാട് ഭയങ്കര ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന ക്രൈം ത്രില്ലേഴ്സും കാര്യങ്ങളും ഒക്കെ എല്ലാ ഇൻഡസ്ട്രികളിലും, അതിപ്പോൾ മലയാളം മാത്രമല്ല, ഈ പറയുന്ന കോളിവുഡ് ആയാലും അതേപോലെ മറ്റേ സാൻഡൽവുഡ് ആയാലും എല്ലാത്തിലും ഈ സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കുറച്ചും കൂടി ഇപ്പോൾ ഒന്നാമത് ലിമിറ്റഡ് ക്യാരക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആരാണ്, ഒരു കൊലപാതകം നടക്കുന്നുണ്ട്, അപ്പോൾ ആരാണ് ആ കൊല ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ ഉള്ളത് പ്രെഡിക്റ്റബിൾ ആണ് പക്കയായിട്ട് ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച്. അപ്പോൾ ആ ഒരു പ്രെഡിക്റ്റബിലിറ്റിക്ക് അപ്പുറത്തേക്ക് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ആ റീസൺ കുറച്ചും കൂടി സോൾഡ് ആക്കാൻ പറ്റിയിരുന്നെങ്കിൽ സിനിമ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കറിയാം എപ്പോഴും ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ ടുവേർഡ്സ് ദി ക്ലൈമാക്സ് കുറച്ചും കൂടി പവറായി കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. അപ്പോൾ അത്രയും ഭയങ്കര ഒരു ഫസ്റ്റ് ഹാഫിൽ നിന്നും പിന്നീട് ഗ്രാഫ് ഇങ്ങനെ ഇറങ്ങി ഇടിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നി. അതാണ് ആ സിനിമയുടെ എനിക്കൊരു കല്ലുകടിയായിട്ട് തോന്നി. കാരണം ഇത്രയും വലിയ ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് സീനുകൾ റിപ്പീറ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതായത് സിറ്റുവേഷൻ വേറെ ഇതായിരിക്കാം, പക്ഷേ ഒരുപാട് സീനുകൾ റിപ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, ടുവേർഡ്സ് ദി എൻഡ് നമുക്ക് ആ ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു സങ്കടം ഉണ്ടാവും. അപ്പോൾ ആ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര വീക്കായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ. അപ്പോൾ ഫസ്റ്റ് ഒരു എക്സ്ട്രീംലി ബ്രില്യൻ ഫസ്റ്റ് ഹാഫും ഒരു ആവറേജിഷ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ലോ ക്ലൈമാക്സോട് കൂടി ഒരു ആവറേജ് സെക്കൻഡ് ഹാഫും, അങ്ങനെയാണ് ഈ സിനിമയുടെ എൻ്റെ ഒരു വെർഡിക്റ്റ് പോകുന്നത്. ഇനി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ദുൽഖർ സൽമാൻ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്, വളരെ അടിപൊളിയായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ദുൽഖറിന് ഇത്തരം റോളുകൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ടൈലർ മെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന, പുള്ളിക്ക് വേണ്ടി ഫിറ്റായിട്ടുള്ള റോൾസാണ്. ഇപ്പോൾ നമുക്കറിയാം മഹാനടിയിലൊക്കെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ പുള്ളി മറ്റ് ഇൻഡസ്ട്രികളിൽ, മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഇൻഡസ്ട്രികളിൽ തന്നെ ഒരുപാട് നല്ല സിനിമ. ദുൽഖറിൻ്റെ അഭിനയത്തെ ഒന്നും നമ്മൾ ഒരിക്കലും വിലയിരുത്തേണ്ട ആവശ്യമില്ല ഈ സിനിമ കണ്ടിട്ട്. കാരണം അത്രയും നന്നായിട്ട് അഭിനയിക്കുന്ന നല്ലൊരു നായകൻ തന്നെയാണ് പുള്ളി പുറത്ത് സിനിമകൾ ഇപ്പോൾ റീസെൻ്റ്
റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ള ലക്കി ഭാസ്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ചെയ്തിട്ടുള്ള സീതാരാമം ആയിക്കോട്ടെ, ഇതൊക്കെ നല്ല സിനിമകളാണ്. നല്ലൊരു ആക്ടറാണ് പുള്ളി. അപ്പോൾ പുള്ളിക്ക് പറ്റുന്നൊരു ക്യാരക്ടർ പുള്ളി നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ പറയുന്ന TK മഹാദേവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ഈ TK മഹാദേവൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നടിപ്പ് ചക്രവർത്തി എന്നൊക്കെയാണ് അന്നത്തെ തമിഴ്നാട്ടിലുള്ള 1950s ആൾക്കാർ വിശേഷിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ വിശേഷിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കും വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു ഭയങ്കര പെർഫോമൻസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിന് വേണ്ട രീതിയിൽ ദുൽഖർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ദുൽഖർ നല്ലൊരു കാസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഭയങ്കര എക്സ്ട്രീംലി ബ്രില്യൻ്റ്, അല്ലെങ്കിൽ ഭയങ്കര നടിപ്പ്, ഭയങ്കര ആക്ടിങ് ഒന്നും തോന്നിയില്ല. അത്രയ്ക്ക് ഭയങ്കര വാവ് എന്നൊന്നും തോന്നിയില്ല. ഒരു സിമ്പിൾ ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ആൾക്കാരെടുത്ത് ഇപ്പോൾ ഭാഗ്യശ്രീ ബോർസെ നല്ല രീതിയിൽ അവർ തമ്മിലുള്ള കെമിസ്ട്രി, അവർ തമ്മിലുള്ള ഒരു സീൻസൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ റാനയുടെ ക്യാരക്ടർ എനിക്ക് ഓക്കേഷായിരുന്നു, പക്ഷെ അത്ര അങ്ങോട്ട് ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. പിന്നീട് ബാക്കി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാമൂതിരക്കന്നിയൊക്കെ പുള്ളിയൊക്കെ ചെയ്തു വെച്ചേക്കുന്ന ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് ഈസിയായിട്ട് പുള്ളി ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറായിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് കാസ്റ്റിംഗ് 90% അല്ലെങ്കിൽ 100% ഓക്കെ ആണെങ്കിൽ സിനിമയുടെ ഒരു 50% കംപ്ലീറ്റ് ആയ പോലെയാണ്. അപ്പോൾ നല്ലൊരു കാസ്റ്റിംഗ് ആയിരുന്നു. അതാണ് ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവ്. പിന്നീട് ഈ സിനിമയുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക്നിക്കൽ ടീം, ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി, ഇതിൻ്റെ എഡിറ്റിംഗ് സൈഡ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് സൈഡൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ പഴയ കാലഘട്ടങ്ങളിലെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് അല്ലെങ്കിൽ ഒരു നല്ല ട്രീറ്റ് ആയിരിക്കും ഈ സിനിമ. എന്നാൽ ഒരു നോർമൽ ഓഡിയൻസിനെ സംബന്ധിച്ച് ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് കൊമേർഷ്യൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പം നിരാശയായിരിക്കും. കാരണം ഇത്രയും മണിക്കൂർ ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ടും സ്ലോലി ബിൽഡിംഗ് ആയിട്ടുള്ള ആ ഒരു ജേണർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് ഭയങ്കര ലാഗിങ് ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ കൊടുത്ത പൈസയ്ക്ക് മുതലായ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് പെർഫോമൻസ് സൈഡും ദുൽഖറിൻ്റെയൊക്കെ ഒരു നല്ല പെർഫോമൻസ് കാണാൻ പറ്റിയത് സന്തോഷമുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ മലയാളത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. അത് ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട്. അതല്ലാതെ കുറച്ചുകൂടി പ്രൊജക്റ്റുകൾ, ഇതേ കണക്ക് ആക്ടിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റട്ടെ. നല്ലൊരു പൊട്ടൻഷ്യലുള്ള ആക്ടറാണ്. അപ്പോൾ അതാണ് എനിക്ക് കാന്തയെ പറ്റിയുള്ള എൻ്റെ വിശേഷങ്ങൾ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.